ഹലോ നമസ്കാരം. മാജ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ. എൻ്റെ പിറകിൽ കാണുന്ന സാധനം കണ്ടില്ലേ, കലണ്ടർ 2024. ഇന്ന് ഈ കലണ്ടറിൻ്റെ അവസാന ദിവസം. ഇന്നത്തോടു കൂടി അതിൻ്റെ കാറ്റ് കഴിയും. അപ്പോൾ അങ്ങനെ 2025 ഒരു പുതുവർഷം കൂടി നമുക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അബുദാബിയിൽ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. കടൽ തീരത്ത് വെടിക്കെട്ട് നല്ല അടിപൊളി വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി. ഇന്ന് നേരെ അവിടത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് വെടിക്കെട്ടെല്ലാം കണ്ടിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മള് ബസ് കയറാൻ വേണ്ടി പോവാണ്. ബസ്സിലാണ് ഇന്നത്തെ യാത്ര. ബസ്സിലാണ് കൂടെ നമ്മളെ സെമുണ്ട്. ബസ് കയറാൻ വേണ്ടി പോവാണ്. ഷമേ വെട്ടാം. ബസ് ആ റോഡിന്റെ ആ സൈഡിലാണ് നിൽക്കുക. നമ്മള് ഇതിലേ പോണം. ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സിഗ്നലൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വളഞ്ഞു വരണം. അങ്ങനെ ബസ് വരുന്നുണ്ട് 102 യാശാലൻ ടോട്ടൽ ബസ് വന്നിരിക്കുകയാണ്. നമ്മൾ അബുദാബി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് റോഡിന്റെ അപ്പുറത്താണ്. ബസ് ഇവിടെ നിർത്താം. അപ്പോൾ നമ്മൾ ഇതിൽ കയറിയിട്ട് നേരെ അപ്പുറത്തോട്ട് പോകണം. ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറുകയാണ്. ഓവർ ബ്രിഡ്ജാണ്. ഇത് കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഓവർ ബ്രിഡ്ജിലേക്ക് കളർഫുൾ ലൈറ്റുകളാണ്. ഇങ്ങനെ മാറി മാറി കളിക്കുന്ന ലൈറ്റുകൾ. ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അത് അൽവദ മാളാണ്, അബുദാബിത്തെ. ബസ് ടെർമിനല്. അങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കോർണിഷിലേക്ക് നടന്നു പോവുകയാണ്. കോർണിഷ് കടൽ തീരത്തേക്ക് നടന്നു പോകുന്നുണ്ട്. രണ്ടാൾക്കാർ നടന്നു പോകുന്നുണ്ട് കടൽ തീരത്തേക്ക്. വെടിക്കെട്ട് കാണാനാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ബസ്സിലങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ റീചാർജിന്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതാണ്. നടന്നു മദീന സാഹിദ് ഷോപ്പിംഗ് സെന്ററിന്റെ അടുത്ത് എത്തിയിരിക്കുക. ഇനിയുണ്ട് നടക്കാൻ. ഒരു 2 കിലോമീറ്റർ ഇനി നടക്കാനുണ്ട് കടൽ തീരത്തേക്ക്. അപ്പൊ പോകുന്ന വഴിക്ക് വിശപ്പ് മാറ്റൽ പരിപാടി. ക്രിസ്പി ചിക്കൻ. ഇത് ജാഥ പോകുന്നതല്ല കേട്ടോ. എല്ലാവരും വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകുന്നതാണ്. ഇതൊരു അണ്ടർപാസ്സാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാം. ഇതേപോലുള്ള അണ്ടർപാസ് നമ്മുടെ നാട്ടിലുള്ള അണ്ടർപാസിൻ്റെ ഇതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. കോർണിഷിൽ എത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ വെയിറ്റിങ്ങിലാണ്. ഇത്രയും ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇവിടെ. ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ, ഇവിടെ ഒരുപാട് എല്ലാ ഏരിയയിലേക്ക് ആൾക്കാർ ഇങ്ങനെ തിങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ്. 12 മണിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കണ്ടോളി, ഏതാനും നിമിഷത്തിനകം ഇവിടെ അടിപൊളി വെടിക്കെട്ട് ആരംഭിക്കുന്നതാണ്. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ശരിക്കും കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ മണലിലാണ് ഉള്ളത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. കുറെ ആളുകൾ കിടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരാളിവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോ ഒരുപാട് ആൾക്കാർ മേലെ ഒരുപാട് സ്ഥലത്ത് 1000 അല്ല 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇത് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട്. പുറം ബാക്ക് സൈഡിൽ നല്ല അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ കത്തിയാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട്. ഇനി അതിനേക്കാൾ ഭംഗിയുള്ള വെടിക്കെട്ട്, ഏവരും കാത്തിരിക്കുന്ന വെടിക്കെട്ട് ഇപ്പം വരാൻ പോവുകയാണ്. ഏകദേശം 11:45 സമയം. അങ്ങനെ പുതുവർഷത്തിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു. 8, 7, 6, 5, 4, 3, 2, 1, 0. അത് അവിടെ നിന്നാണ് പൊട്ടുന്നത്.
അവിടുന്നാണ് വിട്ടുന്നത്. ഏവരും കാത്തിരുന്ന വെടിക്കെട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. വാവ്, ആളുകളൊക്കെ കൂകി വിളിക്കുന്നുണ്ട്, ആർത്തുല്ലസിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. ഇങ്ങനെ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരെയാണുള്ളത്, കടലിന്റെ അപ്പുറത്തെ സൈഡായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ക്ലിയർ കുറവുള്ളത്. മൊത്തം പുക നിറഞ്ഞിരിക്കുകയാണ്. വാവ്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ എത്ര ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. പരിസരമാകെ പുക നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. വെടിക്കെട്ട് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും പുതുവർഷത്തിനെ വരവേൽക്കാൻ വേണ്ടി വന്നതാണ്.
അത് ആളുകളൊക്കെ പിരിഞ്ഞു പോവാണ്. കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞു, വെടിക്കെട്ടൊക്കെ തീർന്നു, ആളുകൾക്ക് പിരിഞ്ഞു പോകുന്ന രംഗമാണ് കാണുന്നത്. അല്ല, പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒത്തിരി ആളുകൾ, ഇഷ്ടംപോലെ ആളുകൾ ഇതിന് വേണ്ടിട്ട് വന്നിരിക്കുക, കാണാൻ വേണ്ടിട്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് വെടിക്കെട്ട്? എങ്ങനെയുണ്ട് ഷമീം? സാർ തന്നെ 10 മിനിറ്റ് ഉണ്ടായിരുന്ന? ഏകദേശം 10 മിനിറ്റ് അല്ലേ? ഏകദേശം 10 മിനിറ്റ് വെടിക്കെട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ന്യൂ ഇയർ, പുതുവർഷത്തെ വരവേറ്റിരിക്കുകയാണ്. പക്ഷെ കലണ്ടറിൽ അക്കങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ, ജനങ്ങൾ മാറുന്നില്ല. ആളുകളൊക്കെ പഴയതുപോലെ തന്നെയാണ്. രാവിലെ ഡ്യൂട്ടിക്ക് പോകണം, വൈകുന്നേരം കിടന്നുറങ്ങണം. അപ്പോ ആളുകളൊക്കെ പഴയ രീതിയിൽ തന്നെ ഉണ്ടാവും. കലണ്ടറിലെ അക്കങ്ങൾ മാത്രം, ഡേറ്റ് മാത്രമേ മാറുന്നുള്ളൂ എന്ന് ഓർമ്മിക്കുക. ഇവിടെയുള്ള ഒരു തിരക്കുണ്ടല്ലേ, എത്ര ആൾക്കാരാണ്! 1000മല്ല, 10,000മല്ല, 9,000കണക്കിന് ആളുകൾ. 10,000മല്ല, 9,000കണക്കിന് ആളുകൾ. അതിലോട്ട് പോവാം നമുക്ക്. നമ്മളിപ്പോ എങ്ങനെ പോകും? ഇതൊക്കെ ഈ വരുന്ന ആൾക്കാരൊക്കെ വെടിക്കെട്ട് കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ്. കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടികളൊക്കെ നിർത്തി കൊടുത്തിരിക്കുകയാണ്, ആൾക്കാർക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. സിഗ്നലൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ആണല്ലേ, ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഈ വർഷത്തെ വെടിക്കെട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.